യാത്രാകഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ ഒന്നാമത്തെ ഭാഗമാണിത്. പ്രധാനമായും നമ്മുടെ കേരളത്തിൽ കുളിക്കാനാകുന്ന വെള്ളക്കെട്ടുകളും വാട്ടർഫാൾസും തടാകങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു സീരീസ് ആണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. ഇത് അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അരിപ്പാറയിൽ നിന്നാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ട് ഫാമിലി ആയിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് കുളിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അരിപ്പാറ വാട്ടർഫാൾസ്. അപ്പോൾ അരിപ്പാറ വാട്ടർഫാൾസിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അരിപ്പാറയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് പുല്ലൂരമ്പാറയെ കുറിച്ചാണ്. ഒരുപാട് മലകളും കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും പുഴകളൊക്കെ ഒഴുകുന്ന ഒരു ചെറിയൊരു പട്ടണമാണ് നമ്മുടെ പുല്ലൂരമ്പാറ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുല്ലൂരമ്പാറ നാഗരിക പാതയിലൂടെയാണ്. നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്തോറും റോഡും വളരെ നല്ല രീതിയിൽ വീതി കൂടി വരുന്നുണ്ട്. പുല്ലൂരമ്പാറയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പട്ടണത്തിനടുത്തായിട്ടാണ് ഈ പുല്ലൂരമ്പാറ വരുന്നത്. കോഴിക്കോട് നിന്ന് ഏകദേശം 42 കിലോമീറ്റർ അകലെയാണ് ഈ പുല്ലൂരമ്പാറ. നമ്മുടെ തിരുവമ്പാടി, കോടഞ്ചേരി എന്നീ 2 പഞ്ചായത്തുകളിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുല്ലൂരമ്പാറയിലൂടെയാണ് നമ്മുടെ ഇരവഞ്ഞി പുഴ ഒഴുകുന്നത്. അങ്ങാടിയിൽ നിന്നും ഏകദേശം 300 മീറ്റർ തുഷാരഗിരി റോഡിൽ വന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു പാലം കാണാം. ഈ ഇങ്ങനെയുള്ള പാലത്തിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് വേണം നമുക്ക് അരിപ്പാറയിലേക്ക് പോകാൻ. ഈ അരിപ്പാറ പോകുന്ന വഴി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമീണ പ്രദേശമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കൃഷികളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ റോഡ് മുന്നോട്ട് പോകുന്തോറും ഈ റോഡിന്റെ വീതി കൂടി വരികയും വലതുഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കുരിശ് കാണുകയും ചെയ്യുന്നുണ്ട്. ഈ വലതുഭാഗത്തായിട്ടുള്ള റോഡിലൂടെ പോയാൽ നമുക്ക് അരിപ്പാറയിലേക്ക് എത്താം. ഇവിടെ എത്തിയാൽ നമുക്ക് അതിവിശാലമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ അടുത്തുള്ള ഓരോ വീട്ടുകാരും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ചെറിയൊരു പൈസ കൊടുത്തിട്ട് നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനാവും. കാരണം ഈ അരിപ്പാറയിലേക്ക് നമുക്ക് നോ എൻട്രി ആണ്. വെഹിക്കിൾസിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റും. ഈ നോ എൻട്രി ബോർഡിലൂടെ നമുക്ക് ഏകദേശം ഒരു 100 മീറ്റർ വന്നാൽ നമ്മുടെ അരിപ്പാറയുടെ മെയിൻ ഗേറ്റ് കാണാൻ പറ്റും. ഈ വഴിയിലൂടെയാണ് നമ്മൾ ഉള്ളിലെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവേണ്ടത്. ഇവിടെ ഇവർ ഈ റോഡ് ഈ രീതിയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നമുക്കൊരു സെക്യൂരിറ്റിയും കാണാൻ പറ്റും. നമ്മൾ ഈ വാട്ടർഫാളിലേക്ക് കയറി പോകുന്ന വഴി വളരെ നല്ല രീതിയിൽ ചെടികളാൽ അലങ്കരിച്ചിട്ടുണ്ട്. ഈ ചെടികളുടെ മേൽ വെയിലടിക്കുമ്പോൾ കാണുന്ന കാഴ്ച വളരെ മനോഹരമാണ്. വളരെ വ്യത്യസ്ത നിറത്തിലാണ് ഓരോ ചെടിയും കാണുന്നത്. നല്ല വെയിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര ക്ലാരിറ്റിയിൽ ഈ വീഡിയോ കിട്ടിയിട്ടുള്ളത്. ഈ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് ഈ അരിപ്പാറയുടെ ഒരു മെയിൻ ഗേറ്റ് കാണാൻ പറ്റും. ചെറിയൊരു തൂക്കുപാലൊക്കെ കയറിയിട്ട് വേണം നമുക്ക് ഈ അരിപ്പാറയിലേക്ക് കയറി പോകാൻ. നമ്മുടെ റാഫി നേരെ പോകുന്നത് അരിപ്പാറയുടെ ഗേറ്റിലേക്കാണ്. ഇങ്ങനെ കാണുന്ന കുത്തനെയുള്ള തൂണുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഗേറ്റ് ആണിത്. ഇതിനെ ശരിക്കും നമുക്കൊരു ഗേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഈ തൂക്കുപാലം ഉറപ്പിക്കാൻ വേണ്ടി 2 ഭാഗത്തായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ തൂണുകളാണിത്. ഇപ്പൊ ഈ നേരെ കയറുന്നത് നമ്മൾ ഈ തൂക്കുപാലത്തിലേക്കാണ്. ഇവിടെ വരുമ്പോൾ തന്നെ ഇവർ ഒരുപാട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുളിക്കുന്നത് വളരെ അപകടമാണ്, ജലാശയത്തിൽ ഇറങ്ങാതെ സൂക്ഷിക്കുക എന്നൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ മൺസൂൺ ആയതുകൊണ്ടാണ് ഈ ഡേഞ്ചർ ഇതുള്ളത്. ശരിക്കും നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ അതിമനോഹരമായിട്ട് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കയറി വന്ന് കുളിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ കേരളത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അരിപ്പാറ. നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഒരു ചെറിയൊരു ഫീസ് കൊടുക്കണം. അവിടെ ചെറിയ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഫീസ് തന്നെയാണ്. അത് വെറും 10 രൂപ മാത്രമാണ് നമുക്കിവിടെ ഒരു എൻട്രി ഫീ ആയിട്ട് വരുന്നത്. നമുക്ക് നേരെ അരിപ്പാറയുടെ കാഴ്ചകളിലേക്ക് പോവാം. അരിപ്പാറയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത ഇവിടുത്തെ വെള്ളത്തിന്റെ നിറം തന്നെയാണ്. വളരെ പച്ച നിറത്തിലൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ വെള്ളം കാണാനാകുന്നത്. ഇതുപോലെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഈ വെള്ളം ചെറിയ രീതിയിൽ കുത്തനെ ചാടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രത്യേകത ഇവിടെ ഈ വെള്ളച്ചാട്ടം കാണാൻ മാത്രമല്ല നമുക്ക് ഇതിൽ കുളിക്കാനും പറ്റും കേട്ടോ. ഇതിപ്പോ നമ്മൾ വന്നിട്ടുള്ളത് ജൂൺ മാസം ഫസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കൂടി വരുന്ന സമയമാണ്. ഈ മഴക്കാലങ്ങളിലൊക്കെ നല്ല മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന സമയമായതുകൊണ്ടാണ് ഇവിടെ ആരെയും കുളിക്കാൻ സമ്മതിക്കാത്തത്. നമ്മുടെ ഏകദേശം ഒരു ജനുവരി ടു മാർച്ച് സമയങ്ങളിൽ നമുക്കിവിടെ ഫാമിലി ആയിട്ട് കുളിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ അരിപ്പാറ. വേനൽക്കാലങ്ങളിൽ ഇവിടെ നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. പക്ഷെ മഴക്കാലങ്ങളിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ കോട മൂടിക്കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ നല്ല തണുത്ത അന്തരീക്ഷമാണ് നമുക്ക് മഴക്കാലങ്ങളിൽ ഇവിടെ കാണാനാവുക. അതുപോലെ തന്നെ ഇവർ ഈ വെള്ളച്ചാട്ടത്തിന് ഇതുപോലെ കൈവരി നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളും മുതിർന്നവരൊക്കെ ഈ അപകട സാധ്യത ഒഴിവാക്കാൻ ഈ കൈവരികൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻട്രി ഇവർ നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഒരു പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ആ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഗാർഡും ഉണ്ട്. ഈ ഗാർഡ് നമ്മളെ ഇറങ്ങുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് ഇറങ്ങുന്നത് ഫൈന് ലഭിക്കാനും കാരണമാവുന്നുണ്ട്.
നമ്മളിപ്പോൾ കയറി വരുന്നത് ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്കുള്ള വഴിയാണ്. മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ വേറെ ഒരു തരം കാഴ്ച തന്നെയാണ്. മേലേന്ന് പുഴ ഒഴുകി വരുന്നതും ഈ കല്ലുകൾക്കിടയിലൂടെ ഈ വെള്ളം ഒഴുകി പോകുന്നതൊക്കെ കാണാൻ വളരെ നല്ല ഭംഗി തന്നെയായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ ഈ കാഴ്ചകളെല്ലാം നോക്കി നിന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ മുമ്പ് വേനൽക്കാലത്തൊക്കെ ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ കുളിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ അരിപ്പാറ. ഈ അരിപ്പാറയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതി തന്നെയാണ്. ഈ പച്ച പുതച്ച് നിൽക്കുന്ന ഈ കാടിൻ്റെ ഉള്ളിലൂടെ ഈ ഒഴുകി വരുന്ന ഈ പുഴയ്ക്ക് നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴുള്ള ഈ ചെറിയ കാറ്റും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. ഇപ്പം ഈ വെള്ളം ചാടുന്ന വഴിയിൽ നമുക്ക് ഈ കല്ലിൻ്റെ മേലെ നിന്നും താഴേക്ക് ചാടിയിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ചെറിയ വെള്ളമുള്ള സ്ഥലം ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ കുട്ടികളൊക്കെ ആയിട്ടും ഫാമിലി ആയിട്ടും സ്ത്രീകളൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് ഈ ചെറിയ വെള്ളത്തിൽ അവരോടൊപ്പം കുളിക്കാനൊക്കെ പറ്റും. കാരണം ഈ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഈ മഴക്കാലം കഴിഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് വേറെ എവിടെയും നമുക്ക് ഇതുപോലെ കുളിക്കാൻ അവൈലബിൾ ആയിട്ട് കിട്ടില്ല. നമ്മൾ ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാറുള്ള റിസോർട്ടുകളുടെ സ്വിമ്മിംഗ് പൂൾസിനെയാണ്. സ്വിമ്മിംഗ് പൂളിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ വെള്ളം കുറവാണ്. നമ്മുടെ ശരിക്കും ചില ഭാഗങ്ങളിൽ മുട്ടിന് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. നമ്മൾ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അവരെ നല്ല രീതിയിൽ ഇതിൽ കുളിപ്പിക്കാനും കളിപ്പിക്കാനൊക്കെ സാധിക്കും. നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ വെള്ളച്ചാട്ടങ്ങളും ഈ പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് വന്ന് കുളിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ പ്ലേസ് ആണിത്. ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം അവൈലബിൾ ആണ്. നമുക്ക് സേഫായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടുത്തെ തണുപ്പ് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ നിന്നൊക്കെ മഴ കൊള്ളുമ്പോൾ ഉള്ള ഒരു ഭംഗി വേറെ ലെവൽ തന്നെയാണ്. ഈ സ്ഥലത്തേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നേരെ നമ്മുടെ കോഴിക്കോട് വന്നിട്ട് നമ്മുടെ പുല്ലൂരാമ്പാറ വന്നാൽ ഇവിടേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാനാവും. ഇവിടെ ഈ ഒരു സ്ഥലം മാത്രമല്ല കേട്ടോ ഉള്ളത്. ഈ പുല്ലൂരാമ്പാറ തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് ഇതുപോലത്തെ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ വരുന്ന വീഡിയോയിൽ നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് ഓരോ ഭാഗങ്ങളും കാണിക്കുന്നതായിരിക്കും. ഇതുപോലെ തെളിഞ്ഞ പച്ചവെള്ളത്തിൽ കുളിക്കണം എന്നുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് വരാട്ടോ. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മഴക്കാലങ്ങളിൽ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കേണ്ട. കാരണം നല്ല വെള്ളമായിരിക്കും. നല്ല മലവെള്ളപ്പാച്ചിലൊക്കെ വരുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപകട സാധ്യതകളൊക്കെ ഉണ്ട്. നമുക്ക് ശരിക്കും ഇങ്ങോട്ടേക്ക് ജനുവരി ടു മാർച്ച് സമയങ്ങളിലാണ് ഏറ്റവും വരാനായിട്ടുള്ള ഏറ്റവും ബെറ്റർ സമയം. അതുകൊണ്ട് ആ സമയത്ത് വരാൻ ശ്രമിക്കുക. ഇവിടെ വന്നാൽ നമുക്കൊരു നല്ലൊരു ഡേ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അരിപ്പാറയുടെ വിശേഷങ്ങൾ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.